ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ ലോകം വീണ്ടും ഒരു ശീതയുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്നാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഗോള ആയുധ കയറ്റുമതിയിൽ ഉണ്ടായ 10% വർധനവ് വെറും ഒരു കണക്കല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിന്റെയും വർദ്ധിച്ചുവരുന്ന യുദ്ധഭീതിയുടെയും കൃത്യമായ അടയാളപ്പെടുത്തലാണ്. പതിറ്റാണ്ടുകളായി താരതമ്യേന ശാന്തമായിരുന്ന യൂറോപ്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ന് ആയുധ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം. 2016-20 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2021-25 കാലയളവിൽ യൂറോപ്പിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ 210% അമ്പരപ്പിക്കുന്ന വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം റഷ്യ-യുക്രൈൻ യുദ്ധം തന്നെയാണെന്നതിൽ സംശയമില്ല. ആയുധ കൈമാറ്റത്തിന്റെ 9.7% യുക്രൈനിലേക്കായിരുന്നു. എന്നാൽ യുക്രൈൻ മാത്രമല്ല, റഷ്യയിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ പോളണ്ട്, UK തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വൻതോതിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാറ്റോ അംഗരാജ്യങ്ങൾ മാത്രം അവരുടെ ഇറക്കുമതിയിൽ 143% വർധനവ് വരുത്തിയിട്ടുണ്ട്. ആഗോള ആയുധ വിപണിയിൽ അമേരിക്കയുടെ അപ്രമാദിത്വം ഒന്നുകൂടി ഉറപ്പിച്ചു. ലോകത്തെ ആകെ ആയുധ കയറ്റുമതിയുടെ 42% അമേരിക്കയിൽ നിന്നാണ്. 99 രാജ്യങ്ങളിലേക്കാണ് അമേരിക്ക ആയുധങ്ങൾ എത്തിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു മാറ്റം, കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആദ്യമായി അമേരിക്കൻ ആയുധങ്ങളുടെ പ്രധാന വിപണി പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് മാറി എന്നതാണ്. മറുഭാഗത്ത് ഒരിക്കൽ ലോകത്തെ രണ്ടാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരായിരുന്ന റഷ്യ വലിയ തകർച്ച നേരിടുകയാണ്. റഷ്യയുടെ കയറ്റുമതിയിൽ 64% ഇടിവ് സംഭവിച്ചു. ഉപരോധങ്ങളും യുദ്ധക്കെടുതികളും കാരണം റഷ്യൻ വിപണി ഇന്ത്യ, ചൈന, ബെലാറസ് എന്നീ 3 രാജ്യങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ റഷ്യയുടെ തകർച്ചയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഫ്രാൻസ് ആണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരായി ഫ്രാൻസ് മാറി. ഇന്ത്യയാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. റഫാൽ പോർവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഫ്രാൻസിനെ ആഗോള വിപണിയിൽ കരുത്തരാക്കി. ജർമ്മനി ചൈനയെ മറികടന്ന് 4ാം സ്ഥാനത്തെത്തി. ജർമ്മൻ ആയുധങ്ങളുടെ പ്രധാന വിഹിതവും യുക്രൈനിലേക്കാണ് ഒഴുകുന്നത്. ഏഷ്യൻ മേഖലയിൽ ആയുധ കയറ്റുമതിയിൽ 20% കുറവുണ്ടായെങ്കിലും ഇന്ത്യ ഇപ്പോഴും ലോകത്തെ രണ്ടാമത്തെ വലിയ ഇറക്കുമതിക്കാരായി തുടരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത റഷ്യയിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കുന്നു എന്നാണ്. ഒരു കാലത്ത് 70% ആയുധങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന ഇന്ത്യ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ചൈന തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്തി. എന്നാൽ ചൈനയുടെ വളർച്ചയിൽ ഭയന്ന് ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾ ഇറക്കുമതി കൂട്ടി. പാകിസ്ഥാൻ ആയുധ ആവശ്യങ്ങൾക്കായി 80% ചൈനയാണ് ആശ്രയിക്കുന്നത്. ആയുധ ഇറക്കുമതിയിൽ ഇസ്രയേൽ ലോകത്ത് 14ാം സ്ഥാനത്താണ്. 5 വർഷത്തിനിടെ ആയുധ ഇറക്കുമതിയിൽ 12% വർദ്ധിച്ചു. 2021-25 കാലയളവിൽ ഇസ്രയേലിന്റെ ആയുധ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ പങ്കും അമേരിക്കയാണ് നൽകിയത്. ജർമ്മനി രണ്ടാമതെത്തി. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രയേൽ തുടക്കമിട്ട സൈനിക നീക്കത്തിനായി അമേരിക്കയിൽ നിന്നുള്ള F-35 പോർവിമാനങ്ങൾ, ഗൈഡഡ് ബോംബുകൾ, മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ വിതരണക്കാരിൽ നിന്ന് ഇസ്രയേൽ ആയുധങ്ങൾ വാങ്ങുന്നത് തുടരുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.